ഒരു സഹോദരൻ ഒരു ഒരു നൂല് കെട്ടുന്നത് കൊണ്ട് സഹോദരിയാകുന്നില്ല. പക്ഷേ സ്വന്തം സഹോദരൻ്റെ കടമയെ അവനെ ഓർമ്മിപ്പിക്കാനും അവൻ്റെ സഹോദരി കെട്ടിയിരിക്കുന്ന ആ നൂലിൽ കൂടി അവനെ എപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ആ നൂലിൽ കൂടി കിട്ടുന്നത്. അതിനെതിരായിട്ട് വരുന്ന ചിന്താധാരകൾ ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ പലരും അറിഞ്ഞിരിക്കുന്നതായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തിൻ്റെ മൂല്യച്യുതി ഇടക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ പ്രാധാന്യം അത്യുന്നതങ്ങളിൽ തന്നെയാണ്. ഇവിടെ നമ്മളെപ്പോഴും എന്തുകൊണ്ട് ഇതിൽ നിന്ന് വഴിമാറിപ്പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതിൻ്റെ വേറെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് അറിവില്ലായ്മ തന്നെയാണ്. നമ്മൾക്കൊന്നിനെക്കുറിച്ചും അറിയില്ല. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ഭാരതീയരെക്കാൾ കൂടുതലായിട്ട് ഒന്നും മനസ്സിലാക്കാതെ പോകുന്നത് കേരളത്തിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരന്മാരാണ്. എന്തുകൊണ്ട് അവർക്ക് ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചോ പൈതൃകത്തെക്കുറിച്ചോ ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് പഠിക്കുവാനോ ഉള്ള താല്പര്യം ഇല്ലാതായി പോകുന്നു? അറിവ് നേടാൻ നാം എന്ത് ചെയ്യുന്നു? നമ്മൾ ഗ്രാവിറ്റേഷൻ തിയറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഭൗതികമായ അറിവ് നമുക്കറിയാം, ആത്മീയമായ അറിവ് നമുക്കറിയാം. ആത്മീയമായ അറിവ് നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിലും നമ്മളുടെ ആത്മാവിനെയും നമ്മളുടെ ചൈതന്യത്തെയും നമ്മളുടെ ജീവിത പ്രക്രിയകളെയും ഒന്നിച്ച് കൺട്രോൾ ചെയ്യാൻ ഈ ആത്മീയമായ അറിവും ഭൗതികമായ അറിവും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. ഐസക് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ തിയറി അദ്ദേഹം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ കണ്ടുപിടുത്തം ഒരു ആപ്പിള് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീണപ്പോഴാണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടായത്. നമ്മളുടെ മുമ്പിൽ ഒരു ആപ്പിള് വന്ന് വീഴുമ്പോൾ നാം അതെടുത്ത് കടിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം വലിച്ചെറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് നടന്നു പോകും. പക്ഷേ അദ്ദേഹം ചിന്തിച്ചു, ഇതെന്തുകൊണ്ട് താഴോട്ട് വീണു, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് മേളോട്ട് പോയില്ല, ഇത് ഞാനിവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ തന്നെ വീണു, എന്താണ് ഇതിനുള്ള കാരണം? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഏതൊരു സംഭവത്തെക്കുറിച്ചായാലും ഏതൊരു കാര്യത്തെക്കുറിച്ചായാലും ഏതൊരു സാധനത്തെക്കുറിച്ചായാലും നമ്മളോട് തന്നെ പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളുടെ മനസ്സും നമ്മളുടെ ബുദ്ധിയും വികസിക്കുകയാണ്. അങ്ങനെ ആ വികസിച്ച ബുദ്ധിയും മനസ്സുമായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മളുടെ ബുദ്ധിയും അതിനനുസരിച്ച് വികസിച്ചു കൊണ്ടുവരും. അങ്ങനെ വികസിച്ചു വരുമ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന, നമ്മൾ ഈ കാണുന്ന, നമ്മളുടെ മുമ്പിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മളുടെ മനോമുകുരത്തിൽ അത് തെളിയുകയാണ് ചെയ്യുന്നത്. ആ മനോമുകുരത്തിൽ തെളിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മളുടെ മസ്തിഷ്കത്തിൽ അതിനെ കുറിച്ചിടുകയാണ് നാം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്കൊരു അറിവായിട്ട് മാറുന്നു. ഒരേ നാണയത്തിൻ്റെ രണ്ട് സൈഡ് ആത്മീയമായ അറിവും ഭൗതികമായ അറിവുമായിട്ടാണ് ഭാരതീയ ചിന്താഗതിയിൽ നമ്മൾ കാണപ്പെടുന്നത്. ആത്മീയമായിട്ടുള്ള അറിവും അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരത്തിൽ ഭൗതികമായിട്ടുള്ള അറിവും ഇടകലർന്നിട്ടാണ് നമ്മളുടെ ഋഷീശ്വരന്മാർ നമുക്ക് പല കാര്യങ്ങളും ഉപദേശിച്ച് തന്നിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ചക്രങ്ങളിൽ നമ്മൾക്ക് ഇത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് പോകണം. ഭൗതികതയില്ലാതെ ആത്മീയത നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല, ആത്മീയതയില്ലാതെ അതുപോലെ തന്നെ ഭൗതികതയും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചുള്ള അറിവാണ് നമ്മൾ ശരിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നേടിക്കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ ഈ അറിവിനെ നമ്മൾ നേടുകയും നമ്മൾ ആത്മീയമായിട്ട് ചൈതന്യവത്തായ ഒരു ഹൃദയത്തിൻ്റെയും ഒരു ബുദ്ധിയുടെയും ഉടമയായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഋഷീശ്വരന്മാരും നമ്മളുടെ ഉപനിഷത്തുകളും ഒരുപാട് സഹായങ്ങളും ഒരുപാട് ഉപദേശങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ
ഭാരതീയ സംസ്കാരമോ അല്ലെങ്കിൽ ഈ ഉപനിഷത്തിൻ്റെ സംസ്കാരമോ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ധർമ്മങ്ങളോ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്തേ അമാന്തിക്കുന്നു? അതിനുള്ള സമയം നമ്മൾ അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ കുട്ടികളെടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കയ്യിൽ നോക്കിക്കൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലെ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ആചരിച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾ തീർച്ചയായിട്ടും അത് അവൻ്റെ ജീവിതത്തിലേക്ക് ഉള്ള ഒരു പാഠമാണെന്ന് മനസ്സിലാക്കി അവനും അവൻ്റെ ജീവിതത്തിലേക്ക് അതൊരു ആചാരമായിട്ട് കൊണ്ടുവരും. നമ്മൾ ചെയ്യാതെ, മാതാപിതാക്കൾ ചെയ്യാതെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിപ്പിക്കുമ്പോഴാണ് അവൻ്റെ മനസ്സിൽ അതിനോട് ഒരു എതിർപ്പ് ഉണ്ടായി വരുന്നത്. നമ്മൾ അനുഷ്ഠിക്കുക, ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക, അത് നമ്മളുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക. എന്നു മുതലാണ് നമ്മളുടെയൊക്കെ മുറ്റത്ത് ബലിയിടുന്ന കർമ്മം നമ്മൾ നിർത്തിയത്? അന്നു മുതൽ കേരളത്തിലെ വൃദ്ധസദനങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടുവരിക. അത് മാറണമെന്നുണ്ടെങ്കിൽ കർക്കിടക മാസത്തിൽ വരുന്ന വാവുബലിക്ക് നമ്മൾ നമ്മുടെ പിതൃക്കളെ ധ്യാനിച്ചുകൊണ്ട്, നമ്മുടെ പിതൃക്കളെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ വീട്ടുമുറ്റത്തിടുന്ന ആ ബലി എന്തുമായിക്കോട്ടെ, 2 ചോറിൻ്റെ കഷ്ണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചോറ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉണ്ടയായിക്കോട്ടെ, ഏതർത്ഥത്തിലായാലും ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെന്തിനാണ് അമ്മേ ചെയ്യുന്നത്, ഇതെന്തിനാണ് അച്ഛാ നമ്മളിത് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ മുതലെടുക്കാൻ മറന്നു പോകുന്നു. കാരണം നമ്മൾ ആചാരങ്ങളെ അനുഷ്ഠിക്കാതെ വരുന്നു. ആചാരങ്ങളെ നമ്മൾ സ്വമേധയാ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ വളർന്നു വരുന്ന അടുത്ത തലമുറയും ഈ ആചാരങ്ങളെ അവരുടെ അനുഷ്ഠാനങ്ങളാക്കി മാറ്റുകയാണ് അവരും ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യാതെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവ് മകൻ്റെ അടുത്ത് പറയുകയാണ്, മകനെ നീ സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ആ മകന് അതിന് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസം പണ്ട് ഏറ്റവും കൂടുതൽ സഹായം നൽകിക്കൊണ്ടിരുന്നത്. ഗുരു ആചരിച്ച് കാണിച്ചു കൊടുത്തിരുന്നു. അത് കണ്ട് ശിഷ്യന്മാർ, 1-2 ശിഷ്യന്മാരേ ഉള്ളുവെങ്കിലും ആ ശിഷ്യന്മാർ അത് കണ്ടു വളർന്ന് ഗുരു എന്ത് കാണിക്കുന്നു അത് അവൻ്റെ ജീവിതത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ എന്തുകൊണ്ട് എല്ലാം പഠിക്കണമെന്ന് പറയുന്നു? നമ്മൾ ഭൗതികമായിട്ട് നേടുന്നതിനെയാണ് നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു നല്ല ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള അറിവിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതും. അത് മാത്രമേ നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാനും പറ്റുള്ളൂ. ഒരു മൃഗത്തെയും അവനവൻ്റെ ഇര തേടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ജനിച്ച് 1-2 മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് എല്ലാ മൃഗങ്ങളും അവർക്ക് ഇര തേടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. ഈ ഇര തേടുന്നത് മനുഷ്യന് മാത്രം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്ന് പറയുന്നതാണ് നമ്മുടെ തത്വചിന്തയ്ക്കെതിരായിട്ട് വന്നു ചേരുന്നത്. അപ്പം ഇര തേടുക ഒരു ചാൺ വയറിൻ്റെ ആവശ്യമാണോ, അതോ പിന്നീട് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് നമുക്കും നമ്മുടെ സഹൃദയരായിട്ടുള്ള നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള, നമ്മൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഈവൻ ഭൗതികമായാലും ആത്മീയമായുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് പല മഹത് വ്യക്തികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇന്നത്തെ ചിന്താവിഷയം എന്ന
ഈ പരമ്പര നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇതിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.